നമ്മളിപ്പോ പ്രധാന വേദിയിൽ തന്നെയുണ്ട്, പ്രധാന വേദിയിലെ പവലിയനിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ ഒരു സംഘമാണ്, ദേശഭക്തി ഗാനമാണ്. നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം. തിരുവനന്തപുരം. തീർച്ചയായും അവര് ഗ്രൂപ്പ് സോങ്ങിന് വന്നിട്ടുള്ള കുട്ടികളാണ്. കലക്കം പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത്. അപ്പോൾ നമുക്ക് അവർക്കൊരു അവസരം. അതെ, കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഒരു കലക്കം പെർഫോമൻസ് അവർ കാഴ്ചവെക്കും. അതെ, ദേശഭക്തി ഗാനമാണ്. ദേശഭക്തി ഗാനം. അപ്പൊ അവരെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. അപ്പോൾ അവര് തന്നെ പറയട്ടെ അവരെവിടെ നിന്നാണെന്നുള്ളത്. അതെ, തിരുവനന്തപുരത്തെ കാർമൽ സ്കൂളിൽ നിന്നാണ് ഇവർ എത്തിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് അവരുടെ പേരൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് തീർച്ചയായും പരിപാടിയിലേക്ക് പോവാം. ഗൗരി, വൈഗ, ആൻമറിയ, ആത്മജ, അപർണ, ഗൗതമി, ഫെമിന. അപ്പോൾ നിങ്ങളെല്ലാം ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ളവരാണ് അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് സമയം പാഴാക്കാതെ അവരുടെ പെർഫോമൻസ് കാണാം അല്ലെ? ഓക്കെ. അഭിമാനം അഭിരാമം ജയ ജയ ഭാരതമേ, ജയ ജയ ഭാരതമേ, ജയ ഹേ ജയ ഹേ ജയ ഹേ, ജയ ഹേ ജയ ഹേ ജയ ഹേ. ധര 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 ആ ആ ആ ആ ധരരം. ജയിക്കുക ഐക്യ ഭാരതം, ജനാധിപത്യ ഭാരതം, ജനകോടികൾ ഉരുവിടും മന്ത്രം. ഭാരതം എന്റെ നാട്, ഭാരതം എന്റെ നാട്, ഭാരതം എന്റെ നാട്. ജയ ഹേ ജയ ഹേ ജയ ഹേ, ജയ ഹേ ജയ ഹേ ജയ ഹേ. കലക്കിയല്ലേ ഇവരുടെ പെർഫോമൻസ്. അതെ, വേറൊരു കാര്യമുണ്ട്, ഒരു സസ്പെൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന ഗൗരിയുടെ മുഖം എല്ലാവർക്കും പരിചയം ഉണ്ടാവും പ്രേക്ഷകർക്ക്. ഒരു സീരിയൽ താരമാണ്, ഒരു ഗായികയാണ്. അപ്പൊ നമുക്ക് ഗൗരിയോട് തന്നെ അതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇവിടേക്ക് ഇപ്പൊ പാടാൻ മത്സരത്തിനെത്തി, അതല്ലാതെ തന്നെ ഒരു താരമാണ്, എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ പ്രേക്ഷകരോട്? എല്ലാവർക്കും ഹായ്. ഇവിടെ നമ്മളിപ്പം സംഘഗാനം കോമ്പറ്റീഷൻ നമുക്കുണ്ടായിരുന്നു. എ ഗ്രേഡ് ഉണ്ട്, അതുപോലെ തന്നെ ദേശഭക്തി ആയിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനും എ ഗ്രേഡ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളെ പഠിപ്പിച്ച സരൽ സാർ, പിന്നെ അതുപോലെ ലിറിക്സ് എഴുതിയ രഞ്ജിത്ത് മാവേലിക്കര സാർ, എല്ലാവർക്കും നമ്മുടെ ഈ വിജയത്തിന് പാർട്ടുണ്ട്. എന്തൊക്കെയാ പുതിയ പ്രോജക്റ്റുകൾ? ഇപ്പോൾ പുതിയ പ്രോജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റത്തില്ല. പിന്നെ അതിലോട്ടങ്ങ് ആയിപ്പോവും. അതുകൊണ്ട് ഇപ്പൊ പഠിത്തമാണ് കോൺസെൻട്രേറ്റ്. അത് മാത്രമല്ല, ചെയ്ത സീരിയലിലും ഗായികയായിട്ടാണ്, ഒരു പാട്ട് പാടുന്ന ഒരാളായിട്ട് തന്നെയാണ്. സീരിയലിലായാലും ജീവിതത്തിലായാലും പാട്ട് പാടുന്ന ആളാണ് അല്ലെ? വേറെ ഒരു പാട്ട് കൂടി പാടാൻ പറ്റുമോ? ഒരു പാട്ട് കൂടി ഒന്ന് പാടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കളറാക്കാം. അതെ, പിന്നെ അത് എന്നാലും പാടാമെന്ന് മുഖം പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയായാലും ഓക്കെ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ നിന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ